ദേശീയപാത വികസനത്തിൽ സർവീസ് റോഡിൽ അപകടം പതിയിരിക്കുന്നു. സർവീസ് റോഡുകളുടെ അരികിൽ നിർമ്മിക്കുന്ന ഓടകളാണ് പലയിടത്തും അപകടക്കെണി വച്ച് കാത്തിരിക്കുന്നത്. നിരുത്തരവാദപരമായ കരാർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മൂലം 2 വർഷത്തിനുള്ളിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞതും അംഗവൈകല്യം സംഭവിച്ച് ദുരിതക്കയത്തിലായതും. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 ക്യാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്. ദേശീയപാത വികസനം നാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുകയാണ്. 6 പാതയിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ഒന്നും കൂടാതെ ചെറിയ സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കുന്നു. എന്നാൽ ദുരിതത്തിലായിരിക്കുന്നത് സർവീസ് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളും കാൽനടയാത്രക്കാരും പ്രദേശവാസികളുമാണ്. സർവീസ് റോഡുകളിലെ ഡ്രൈനേജ് നിർമ്മാണത്തിൽ നിരുത്തരവാദിത്തപരമായ സമീപനമാണ് കരാർ കമ്പനി എടുക്കുന്നത്. ഇതുമൂലം നിരവധി വാഹനങ്ങളും കാൽനടയാത്രക്കാരുമാണ് അപകടത്തിൽപ്പെട്ടത്. മഴ പെയ്താൽ ദേശീയപാതയിൽ നിന്നും മലവെള്ളം പോലെ താഴെ സർവീസ് റോഡിലേക്ക് വീഴുമ്പോൾ ഒരു വാഹനത്തിനും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓടകൾ പലയിടത്തും ഇപ്പോൾ തന്നെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇതാ ദേശീയപാത പടിക്കൽ അങ്ങാടിയുടെ മധ്യഭാഗത്തുള്ള അണ്ടർപാസ് കടന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് തിരിയുന്നിടത്ത് ഓടയുടെ സ്ലാബിൽ വലിയ വിടവ് രൂപപ്പെട്ടു കാണുന്നു. തൊട്ടടുത്ത് തന്നെ പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന മദ്രസ, LP സ്കൂൾ, നഴ്സറി സ്കൂൾ, ബസ് സ്റ്റോപ്പ് എല്ലാം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നത് അപകട സാധ്യതയുടെ ഭീകരത വർദ്ധിക്കുന്നു. അതുകൊണ്ട് ഇത്തരം പോരായ്മകൾ ഇനിയും അപകട പരമ്പരകൾക്ക് മുൻപായി തന്നെ പരിഹരിക്കണമെന്ന് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും ആവശ്യം. കടന്നു പോകുന്ന സർവീസ് റോഡിൻ്റെ പേരിൽ ഉപയോഗിച്ച് നമ്മുടെ ഡ്രെയിനേജിൻ്റെ ക്യാപ്പാണ്. ഇത്രയും വലിയ ക്യാപ്പിൽ ഒരു മനുഷ്യൻ്റെ കാലങ്ങോട്ട് കടന്നു പോകും. ഇതിന് തൊട്ടടുത്ത് കാണുന്ന സ്കൂള്, മദ്രസ ഇതൊക്കെ ഇവിടെ തൊട്ടടുത്താണ്. ഈ കുട്ടികൾ പോകുന്ന റോഡ് സൈഡിലാണ് ഈ ഓട നിർമ്മിച്ചതുണ്ട്. ഈ ഒരു വലിയൊരു കാലം ഇതിനുള്ളിലേക്ക് പോകും. ഇതൊക്കെ എത്രമാത്രം അപകടകരമാണ്. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത നിരുത്തരവാദപരമായിട്ടുള്ള ഈ ജോലിക്കെതിരിലൊക്കെ KNRCയോട് നമ്മൾ എങ്ങനെയാണ് സമരം ചെയ്യേണ്ടത്? എവിടെ പോയിട്ടാണ് സമരം ചെയ്യുന്നത്? ഇവിടെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ കാലങ്ങോട്ട് പോയി മുറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനാരും മറുപടി പറയും? ഇത്തരം വീഴ്ചകൾക്കെതിരെ തീർച്ചയായിട്ടും നമ്മൾ പ്രതികരിച്ചേ തീരും. എന്തായാലും ശരി, അധികാരികളുടെ കണ്ണിൽ പെടുന്നത് വരെ ഇത് അവരുടെ മുമ്പിൽ എത്തുന്നത് വരെ ഇത് ഷെയർ ചെയ്തിട്ട് ഫോർവേഡ് ചെയ്തിട്ട്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.